കളങ്കാവിൽ കണ്ട് ഇപ്പം റൂമിലെത്തിയിട്ടുള്ളൂ. ഇതിൽ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് വിനായകനാണ്. അതേപോലെ മമ്മൂട്ടി വില്ലനാട്ടോ, നല്ല കൊടൂര വില്ലൻ. അതേപോലെ ജിബിൻ ഗോപിനാഥ് ഉണ്ട്, ആ ഡൈസ് ഇരയിലുള്ള ചങ്ങയുണ്ടല്ലോ, വിനായകന്റെ സുഹൃത്തും അതേപോലെ പോലീസ് ഓഫീസർ ആയിട്ടുണ്ട്. പിന്നെ കുറെ ലേഡീസ് ഉണ്ട്, ഗായത്രി ഉണ്ട്, അതേപോലെ രജീഷ വിജയൻ ഉണ്ട്, മാളവിക മേനോൻ ഉണ്ട്. അങ്ങനെ ഒരു 10-13ഓളം പെണ്ണുങ്ങൾ വന്നു പോകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് മെയിനല്ല അസീസ് നെടുമങ്ങാട് ഒരു പോലീസ് ഓഫീസറായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാർ. പിന്നെ ഇതിൻ്റെ അകത്ത് എടുത്തു പറയാനുള്ളത് ഇതിന്റെ ഡയറക്ടർ ജിതിൻ കെ ജോസ്. പുള്ളിന്റെ ഫസ്റ്റത്തെ ഫിലിമാണ് കേട്ടോ, പക്ഷെ ഒരിക്കലും തോന്നുന്നു കേട്ടോ പുള്ളിന്റെ ഫസ്റ്റ് ഫിലിമാണ്. അത്രയും ഗംഭീരമായിട്ട് പുള്ളി മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ബേസ് സ്റ്റോറിയാന്ന് തോന്നുന്നു, പുള്ളി സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ പിന്നെ എടുത്തു പറയാനുള്ളത് ഇതിന്റെ മ്യൂസിക് ചെയ്തത് ഒരു മുജീബ് എന്ന് പറഞ്ഞ ചങ്ങായി നന്നായിട്ട് ബാക്ക്ഗ്രൗണ്ട്. ഇതിൽ പാട്ടുകൾ അധികമൊന്നുമില്ല, ഒരു പാട്ടാണുള്ളത്. അത് മ്യൂസിക് മമ്മൂട്ടി പോകുന്ന സമയത്തൊക്കെ ആ മ്യൂസിക് ഉണ്ട്. അത് നല്ല അടിപൊളി മ്യൂസിക് കേട്ടോ. അത് ബാക്ക്ഗ്രൗണ്ട് ഇതിനകത്ത് ഓരോ സീന് വരുമ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് BGM ഇങ്ങനെ കട്ടർ ഇങ്ങനെ സൂപ്പറായിട്ട് തന്നെ അത് ആ ഒരു ഫ്ലോയിൽ ആ ഫിലിമിന് വേണ്ട എന്താണോ അത് കറക്റ്റായിട്ട് തന്നെ മ്യൂസിക് ഡയറക്ടർ എടുത്തു വെച്ചിട്ടുണ്ട്. അത് എടുത്തു പറയാതെ വയ്യ. പിന്നെ ഇതിൻ്റെ അത് നമുക്ക് പറയാനുള്ളത് വെച്ചാൽ ഇതിൻ്റെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ മമ്മൂട്ടി ഇതുവരെ കാണാത്തൊരു വില്ലൻ, കൊടൂര വില്ലനായിട്ട്. ഇതിലത് ഞാൻ നോട്ട് ചെയ്തൊരു ഒറ്റ സീനുണ്ട് കേട്ടോ. സിഗരറ്റ് തിന്നുന്നൊരു സീനുണ്ട്. സിഗരറ്റ് ചോദിച്ചാൽ കൊന്നിട്ട് സിഗരറ്റ് തിന്നുന്നൊരു സീനുണ്ട്. തിന്നു കഴിഞ്ഞിട്ട് തുപ്പിയിട്ട് വായിലിട്ടിട്ട് തുപ്പുന്നുണ്ട്. ആ തുപ്പിയിട്ട് ഒരു നോട്ടുണ്ട് മമ്മൂട്ടിൻ്റെ. എൻ്റെ പൊന്നു, ഇയാൾക്ക് ഭ്രാന്താണ്, ഇയാൾക്ക് അഭിനയത്തിന്റെ ഭ്രാന്താണ്, വേറെ ഒന്നല്ല. എൻ്റെ പൊന്നു, ഈ ഒരു സീനുണ്ടല്ലോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് ആ ഒരു പുള്ളിൻ്റെ ഒരു നോട്ടുണ്ട്. ആ സിഗരറ്റ് അങ്ങനെ കൊന്നിട്ട് സിഗരറ്റ് തിന്ന് തുപ്പിയിട്ട് വാലിട്ട് തിന്നല്ല വാലിട്ട് തുപ്പിയിട്ട് ഒരു നോട്ടുണ്ട്. ഓരോ സീനിലും പുള്ളിയുള്ള ആ ഒരു അഭിനയത്തിന്റെ ആ വില്ലന്റെ കൊട്ടൂര വില്ലൻ ഒന്നും പറയല്ല. നമ്മൾ ഇപ്പൊ അടുത്ത് കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും മികച്ച മമ്മൂട്ടി ഓരോരോ കഥാപാത്രങ്ങൾ എടുക്കുമ്പോൾ അത് എടുത്തിട്ട് പുള്ളിന്റെ ഒരു സ്റ്റൈലിലേക്ക് മേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പുള്ളി ആ ഒരു ക്യാരക്ടറായിട്ട് പുള്ളിന്റെ സ്റ്റൈൽ ചെയ്യുന്നുണ്ട്. അതേപോലെ വിനായകൻ ഫസ്റ്റ് ഹാഫ് വിനായകൻ എത്ര ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ സെക്കൻഡ് ഹാഫ് വിനായകൻ തൂക്കിയിട്ടുണ്ട്. അതെല്ലാം പലിശയും കൂട്ടുപലിശയും ചേർത്തിട്ട് വിനായകൻ തകർത്താടിയിട്ടുണ്ട് സെക്കൻഡ് ഹാഫിൽ. പിന്നെ ആ ജിബിൻ ഗോപിനാഥ് ഡൈസീറിലെ പുള്ളി നന്നായി ചെയ്തിട്ടുണ്ട്. ആക്ടേഴ്സ് ഒന്നും മോശമൊന്നുമില്ല, എല്ലാവരും ചെയ്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ. പടത്തിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ വേറൊരു കാര്യം പറയാനുള്ള വെച്ചാൽ ഈ ഡയറക്ടർ ജിതിൻ കെ ജോസിന്റെ ഫസ്റ്റത്തെ പടാൻ തോന്നുന്നു. പുള്ളി അത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഫസ്റ്റത്തെ തുടക്കക്കാരൻ ഡയറക്ടറിന്റെ ഒരു നമുക്കറിയാലോ, ബസൂക്കൊക്കെ ചെയ്ത ചങ്ങായി മമ്മൂട്ടിന്റെ പടം ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാ ചെയ്തിട്ടെന്ന് നമുക്കറിയാലോ. പക്ഷെ ഇയാളുണ്ടല്ലോ കറക്റ്റ് മേക്കിംഗ് പഠിച്ചിട്ട് ആ ഒരു വൃത്തി തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് അത്രത്തോളം നമുക്ക് ഈ ഫിലിം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ മ്യൂസിക് ഒന്നും ഒരുപാടൊന്നുമില്ല, ആ ഒരു പാട്ടിട്ടേ ഉള്ളൂ. പക്ഷെ 2.25 മണിക്കൂറുള്ള ഈ ഫിലിം പ്രേക്ഷകരെ പിടിച്ചു നിർത്താൻ പറ്റുന്നുണ്ട്. അത് തന്നെ ഈ ഫിലിമിന്റെ ഒരു വിജയമാണ്. കോടികളൊന്നും ഞാൻ പറയുന്നില്ല, എത്ര കോടി അടിക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ പടം കയറി കൊളുത്തിയിട്ടുണ്ട് മക്കളെ, പെട്ടെന്ന് വിട്ടോ. പിന്നെ അത്രേ പറയുള്ളൂ. പിന്നെ അതിനകത്ത് എന്താ പറയാ, ഒരു നെഗറ്റീവ് ഒന്നും പറയാനൊന്നുമില്ല. സത്യം പറയുകയാണെങ്കിൽ ഇതൊരു ബേസ് സ്റ്റോറിയാണ്. അത് അതിന്റെ രീതിയിൽ തന്നെ ഗംഭീരമാക്കി ചെയ്തിട്ടുണ്ട്. തിയേറ്ററിൽ തന്നെ പോയി കാണാൻ, നിങ്ങൾ ആരും OTT വെയിറ്റ് ചെയ്യേണ്ട, തിയേറ്ററിൽ തന്നെ പോയിട്ട് എന്ത് ചെയ്യണോ മനസ്സിലാക്കേണ്ട ഒരു പടമാണ്. അപ്പോൾ തിയേറ്ററിൽ തന്നെ കണ്ടാലേ അതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ. ഒരിക്കലും OTT വെയിറ്റ് ചെയ്യേണ്ട, കിണ്ണം കച്ചപ്പടം തുടക്കത്തിൽ പെട്ടെന്ന് പോയി കണ്ടോളി. ചൂടാറുന്നതിന്റെ മുന്നേ തന്നെ പോയി കാണണമെന്ന് ഞാൻ പറയും. കാരണം ആ ഒരു ത്രില്ല് കിട്ടണമെങ്കിൽ. കാരണം നമ്മൾ കുറെ കഴിഞ്ഞ് പോകുമ്പോൾ അതിന്റെ കഥ ആരെങ്കിലുമൊക്കെ പറയും. പക്ഷെ ഇത് നിങ്ങൾ പെട്ടെന്ന് തന്നെ പോയിക്കോ. പടം ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ കണ്ടത്, ഇന്ന് ഇറങ്ങിയ പടമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വിട്ടോ. ശനി ഞായറുള്ള പിന്നെ പോയി കണ്ടിട്ട് അതിന്റെ പടത്തിന്റെ നിങ്ങൾ മനസ്സിലാക്കുക. മമ്മൂക്ക ഒന്നും പറയല, മമ്മൂക്ക തകർത്താടിയിട്ടുണ്ട്. മമ്മൂക്ക വിനായകനെ സൈഡാക്കി ഞാൻ പറയും, അത്രേ ഉള്ളൂ. വിനായകൻ മോശമാക്കിന്നല്ല, വിനായകനെ സൈഡാക്കിയിട്ട് മമ്മൂട്ടി ഉണ്ടല്ല